കൂടരഞ്ഞി തൈപ്പറമ്പിൽ പൈലിയുടെ മകൻ ആന്റണി. കൂടരഞ്ഞി തൈപ്പറമ്പിൽ പൈലിയുടെ മകൻ ആന്റണി. ഇയാളുടെ ബ്രദറിന്റെ പേര് പൗലോസ്. ആന്റണി 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാട് വിട്ടുപോയി. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രായം 7നും 8നും മധ്യേ, അല്ലെങ്കിൽ 6നും 7നും മധ്യേ. നമുക്ക് കാല് നേരെ ഉറച്ച് നടക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും ഈ ആന്റണി നാട് വിട്ടിരുന്നു. പിന്നീട് 10 വർഷം കഴിഞ്ഞിട്ടാണ് ആന്റണി നാട്ടിലെത്തുന്നത്. നാട്ടിലെത്തുമ്പോഴേക്കും നാട് പാടെ മാറിയിരുന്നു. പല പല സംഭവങ്ങൾ നടന്നിരുന്നു. അവിടെ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്, കല്യാണം നടന്നിട്ടുണ്ട്, അതുപോലെ ഒളിച്ചോട്ടം നടന്നിട്ടുണ്ട്, കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോഴേക്കും ആന്റണി നാട്ടിലെത്തി കഴിയുമ്പോഴേക്കും പല സംഭവങ്ങളും അവിടെ നടന്നു. ഇത് പറയുന്നത് ആന്റണിയുടെ ബ്രദർ പൗലോസ്. പൗലോസ് പറയുന്നത് എന്നോടും നിങ്ങളോടുമല്ല, കോഴിക്കോട് സിറ്റി പോലീസിനോടാണ് ഈ വെളിപ്പെടുത്തൽ. ആന്റണി അവന് ഭ്രാന്താണ്, അവൻ പലതും പറയും, നിങ്ങൾ അതിനു പുറകെ പോകരുതെന്നാണ് പൗലോസ് പറയുന്നത്. കാരണം ആന്റണി പറഞ്ഞ സമയങ്ങളിൽ അവിടെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ആ സമയത്തൊന്നും ആന്റണി ഈ നാട്ടിലേ ഇല്ല. അയാൾ അണ്ടർഗ്രൗണ്ടിലായിരുന്നു. എവിടെയായിരുന്നു? ഒളിച്ചോടിപ്പോയി, നാട്ടിലേ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ അയാൾ ഈ കൃത്യങ്ങൾ ചെയ്യും? ഞാൻ പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണെന്ന് പ്രേക്ഷകർക്കറിയാം. മുഹമ്മദ് അലി. മുഹമ്മദ് അലിയുടെ ഇപ്പോഴത്തെ വിലാസം പള്ളിക്കൽ ബസാർ, ഐക്കംപറമ്പിൽ മുഹമ്മദ് അലി. പ്രായം 54. മുഹമ്മദ് അലി ജൂൺ 5 സുപ്രഭാതത്തിൽ കുളിച്ച് വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിച്ചെന്ന് വെളിപ്പെടുത്തിയതല്ല. അയാൾ ഇരുത്തം വന്ന സ്വഭാവത്തോടുകൂടി എല്ലാം തീരുമാനിച്ചുറച്ച് ഇനി തനിക്ക് ജയിലാണ് എന്ന ഉറപ്പോടുകൂടിയാണ് പോലീസിനെ അഭിമുഖീകരിച്ചത്. അയാൾ പറഞ്ഞു, 1986 ഡിസംബറിൽ കൂടരഞ്ഞിയിൽ വെച്ച് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച, എന്നെ നശിപ്പിക്കാൻ, എന്നോട് മോശമായി പെരുമാറിയ ഒരാളെ ഞാൻ ചവിട്ടിത്തള്ളി. അന്ന് എനിക്ക് പ്രായം 14. അന്ന് ചവിട്ടിത്തള്ളി അയാൾ പോയി ചതുപ്പിൽ വീണു. ഞാൻ അയാളെ ചതുപ്പിൽ ചവിട്ടി താഴ്ത്തി വെച്ച് അയാളുടെ പിടച്ചിൽ നിന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി. പിന്നീട് പത്രങ്ങളിലൂടെയും നാട്ടുകാരിലൂടെയും അറിഞ്ഞു അന്ന് ഞാൻ ചവിട്ടിത്തള്ളിയ ആള് ചത്തുപോയെന്ന്. പക്ഷേ എന്നെ പോലീസ് പിടിച്ചില്ല. ചത്തുപോയവൻ ആരാണെന്ന് എനിക്കറിയില്ല. എവിടെ നിന്ന്, ഇരിട്ടിയിൽ നിന്നോ മറ്റോ ഇവിടെ കൂടരഞ്ഞിയിൽ ജോലിക്ക് വന്നവനാണെന്ന് മാത്രമേ അറിയാം എന്ന് മാത്രം മൊഴി. പോലീസ് അന്വേഷിച്ചു, ഇയാൾ ഇതെന്താ വന്ന് പറയുന്നത്, വന്ന് വെളിപ്പെടുത്തുന്നു, ഇത് ശരിയായിരിക്കുമോ? പോലീസ് ഒന്ന് പെട്ടെന്ന് പഴയ സംഭവങ്ങളൊക്കെ ഒന്ന് അയവിറക്കി, പഴയ പോലീസുകാരെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കി. പിന്നെ പത്ര ഓഫീസുകളിലും വിളിച്ചു. അങ്ങനെ പത്ര ഓഫീസിൽ വിളിച്ചപ്പോൾ ഒരു പത്രത്തിൽ നിന്ന് മാത്രം ഒരു വിവരം കിട്ടി. 1986 ഡിസംബർ 5 കൂടരഞ്ഞി അവിടെ നിന്ന് ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. എന്താണ്? ഈ വയലിൽ, മിഷൻ ആശുപത്രിയുടെ പുറകിലുള്ള വയലിൽ ചതുപ്പിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു. പ്രായം 20നോടടുത്ത് ഉണ്ടാകുമെന്ന് സംശയിക്കുന്നു. അജ്ഞാത ജഡമെന്ന് പോലീസ് പറയുന്നു. ഇയാളെ മോർച്ചറിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ അല്ലാതിരിക്കാം. ഏതായാലും അയാളെ അജ്ഞാത ബോഡി എന്ന് പറഞ്ഞ് സംസ്കരിച്ചു പോലീസ് തന്നെ. ആയുടെ പോലീസിന്റെ പിന്നത്തെ അന്വേഷണം തെളിഞ്ഞ ആയുടെ ചില ആളുകൾ, 4-5 പേർ ഇരിട്ടിയിൽ നിന്ന് ഒരാളെ തേടി കൂടരഞ്ഞിയിൽ വന്നിരുന്നു എന്നതായി പഴമക്കാർ ഓർക്കുന്നുണ്ട്. അപ്പോ മുഹമ്മദ് അലി എന്ന പഴയ ആന്റണി പറഞ്ഞത് ശരിയായി വരുന്നു. ആന്റണി പറഞ്ഞു, കൂടരഞ്ഞിയിൽ വെച്ച് ഞാൻ ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ വിവരം ശരിയായി വരുന്നു. നേരെ പോലീസ് സമ്മതിച്ചില്ല. പോലീസ് നേരെ കേസ് രജിസ്റ്റർ ചെയ്തു, സംഭവം എഴുതി നേരെ കോടതിയിൽ കൊടുത്തു. കോടതി ആന്റണിയെ റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോകുന്ന വഴി, അതായത് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആന്റണി 2ാമത്തെ വെളിപ്പെടുത്തൽ നടത്തി. 3 വർഷത്തിന് ശേഷം 1989 വെള്ളായി കടപ്പുറത്ത് വെച്ച് ഞാൻ മറ്റൊരാളെ കൊന്നു. ഞാനന്ന് ഹോട്ടൽ ജോലിക്കാരനായിരുന്നു. ഹോട്ടലിലൊക്കെ ജോലി ചെയ്ത് പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് അവൻ പൈസ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ഞാൻ എൻ്റെ അടുത്ത സുഹൃത്ത് കഞ്ചാവ് ബാബുവിനോട് പറഞ്ഞു, നഗരത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ബാബുവിനോട് പറഞ്ഞു. ബാബു ഇവനെ വെള്ളായി കടപ്പുറത്ത് വെച്ച് കണ്ടെത്തി. എന്നോട് വിവരം പറഞ്ഞു. ഞാനും ബാബുവും കൂടി സ്ഥലത്തെത്തി. ഇവനോട് കാശ് ചോദിച്ചു. 1ഉം 2ഉം പറഞ്ഞ് തർക്കമായി. ബാബു ഒരൊറ്റ അടി, അവൻ നിലത്ത് വീണവനെ മണലിൽ ചവിട്ടിപ്പൂഴ്ത്തി ശ്വാസം മുട്ടിച്ചു. ഞാൻ അവന്റെ കാലുകൾ ബലമായി പിടിച്ചു. അവൻ ശ്വാസം മുട്ടി മരിച്ചു. 2ാമത്തെ കൊലപാതകം. പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിച്ചു. സമാന വഴി, പഴമക്കാർ, പഴയ പോലീസുകാർ, പത്രമാപ്പീസിൽ നിന്ന് അതിനും കിട്ടി വിവരം. എന്താണ്? വെള്ളായി കടപ്പുറത്ത് അജ്ഞാത ബോഡി, ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല, മണലിൽ തല പൂഴ്ത്തി വച്ചിരുന്നു. അവിടെയും മുഹമ്മദ് അലി പറഞ്ഞത് ശരിയായി, ക്രോസ് മാച്ചിങ് കറക്റ്റായി. മുഹമ്മദ് അലി അങ്ങനെ ഇരട്ട കൊലപാതകം ചെയ്ത കൊലക്കേസിലെ പ്രതിയായി. മുഹമ്മദ് അലി ഇപ്പോൾ ജയിലിലാണ്. മുഹമ്മദ് അലിയെ കൊണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ചു. തെളിവൊക്കെ ആദ്യഘട്ടം തെളിവൊക്കെ എടുത്തു. അപ്പോഴാണ് പൗലോസ് വന്ന് പറയുന്നത്, ഇവന് ഭ്രാന്താണ്, ഇവന്റെ പൂർവ്വനാമം ഇവൻ പൈലിയുടെ മകനാണ്, ഇവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാട് വിട്ടുപോയവനാണ്, ഇവന്റെ 1ാം പേര് ആന്റണിയാണ്, പിന്നീട് വേങ്ങര വന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിച്ച് മുസ്ലിം മതം സ്വീകരിച്ചാണ് അവൻ മുഹമ്മദ് അലി ആയത് എന്നൊക്കെ പറഞ്ഞു. പോലീസുകാർ പറഞ്ഞു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, നമുക്ക് നോക്കാം. മുഹമ്മദ് അലി പറഞ്ഞ 2 കൊലപാതകങ്ങളും അതേ നാളുകളിൽ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നത് വാസ്തവം. ഇനി കൊല്ലപ്പെട്ടത് ആരാണ്? ഇരിട്ടിയിൽ കേന്ദ്രീകരിച്ചൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്, അന്ന് ആ കാലയളവിൽ ആരെയൊക്കെയാണ് ഈ പ്രദേശങ്ങളിൽ നിന്ന് കാണാതെ പോയത്, അതാണ് കോഴിക്കോട് സിറ്റി പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആരെയൊക്കെയാണ് കാണാതെ പോയത്, ആരുടെയൊക്കെ പോസ്റ്റ്മോർട്ടങ്ങളാണ് നടപ്പിലാക്കിയത്,
അന്ന് ഈ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്ത ആളുകൾ, അതിലൊരു തോമസ് എന്ന സബ് ഇൻസ്പെക്ടർ ഇപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ തിരക്കും, ഇൻക്വസ്റ്റ് നടത്തിയ വ്യക്തിയെ കണ്ട് കാര്യങ്ങൾ തിരക്കും. അതുപോലെ ഫോറൻസിക് സർജൻ ആളുകളെ കണ്ട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അങ്ങനെ പലരിൽ നിന്നും മൊഴികൾ ശേഖരിച്ച്, വിവരങ്ങൾ ശേഖരിച്ച് ഈ കൊല്ലപ്പെട്ടത് ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം, പിന്നെ കൊലയാളി ഇയാൾ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ട പ്രവർത്തനം, എങ്കിൽ മാത്രമേ മുഹമ്മദ് അലി കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. പിന്നീടും കോടതി മുഹമ്മദ് അലിയെ ഏതു വിധത്തിൽ ശിക്ഷിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി മുഹമ്മദ് അലി ഭ്രാന്തനാണോ ശരിക്കും പൗലോസ് പറയുന്നത് പോലെ? മേ ബി അങ്ങനെ ആയിക്കൂടാനില്ല. കാരണം ചെറിയൊരു അനുഭവ കഥ പറയാം. ഞാൻ തുടക്കകാലം, വിഷ്വൽ മീഡിയയിൽ തുടക്കകാലം, അന്ന് തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഞങ്ങളൊരു വാർത്ത ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു ചങ്ങാതി, ആ വാർഡുകൾ സായുജ്യം എന്ന വാർഡാണെന്ന് തോന്നുന്നു, അതിനകത്ത് ഇരുന്നിട്ട് ജനൽ കമ്പിയിൽ പിടിച്ച് ഇരിക്കുകയാണ് അയാൾ ഞങ്ങളുടെ ക്യാമറാമാനെ അടുത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഓണമൊക്കെ അല്ലേ, നിങ്ങൾക്കൊരു സ്ഥലം ഷൂട്ട് ചെയ്യാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുമോ എന്ന്, പോയി വീഡിയോയിൽ പകർത്താമെന്ന് അയാൾ ചോദിക്കുന്നു. ഞങ്ങളുടെ ക്യാമറാമാൻ സ്വതസിദ്ധമായ ശൈലിയിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉറപ്പായിട്ടും ഞങ്ങൾ പോയി അത് ഷൂട്ട് ചെയ്യും, എവിടെയാണ് സ്ഥലം? അപ്പോൾ നിറയെ മഞ്ഞപ്പൂക്കളുണ്ട്, താഴ്വാരം നിറയെ മഞ്ഞപ്പൂക്കളാണ്, അതിമനോഹരമാണ്, മഞ്ഞപ്പൂക്കൾ അത്തപ്പൂക്കളത്തിനൊക്കെ ഗംഭീരമാണ് എന്നൊക്കെ അയാൾ ഈ സായുജ്യം വാർഡിനകത്തിരുന്ന അയാൾ പറയുന്നുണ്ട്. അങ്ങനെ ആ താഴ്വാരം നിറയെ മഞ്ഞപ്പൂക്കളുള്ള താഴ്വാരം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആ അന്തേവാസി, ആ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസി വിരൽ അയാളുടെ നെഞ്ചിനകത്തേക്ക് ചൂണ്ടിയിട്ട് ആ താഴ്വാരം എൻ്റെ ഹൃദയത്തിലാണെന്ന് പറയുന്നു. അത് ഒരു ഭ്രാന്തനാണെന്ന്, നമുക്ക് ഭ്രാന്തകൽപ്പനയോ ഭ്രമകൽപ്പനയോ ആണെന്ന് അപ്പോൾ പോലും ചിന്തിക്കാൻ പറ്റില്ല. അത്ര ക്ലാരിറ്റിയോടുകൂടിയാണ് അയാളന്ന് ആ താഴ്വാരത്തെ മഞ്ഞ പൂന്തോട്ടത്തെക്കുറിച്ച് ഞങ്ങളോട് വിവരിച്ചത്. അതുപോലെ മുഹമ്മദ് അലി മാനസിക രോഗിയാണോ അല്ലയോ എന്നൊക്കെ കണ്ടെത്തേണ്ടത് പോലീസിന്റെ കടമയും അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ കടമയുമാണ്. പക്ഷേ മുഹമ്മദ് അലി പറഞ്ഞ 2 കൊലപാതകങ്ങളും കേരളത്തിൽ അതേ നാളുകളിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാർക്ക് കൗതുകം നൽകുന്ന വാർത്തയാണ്. അത് അന്വേഷിച്ച് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം കേരള പോലീസിനുമാണ്.